സിന്ദാബാദ്. ബ്രാഞ്ച് സമ്മേളനം സിന്ദാബാദ്. പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. സിന്ദാബാദ്. സിപിഐഎം സിന്ദാബാദ്. സിപിഐഎം സിന്ദാബാദ്. സിപിഐഎം സിന്ദാബാദ്. സിപിഐഎം സിന്ദാബാദ്. ബ്രാഞ്ച് സമ്മേളനം സിന്ദാബാദ്. ബ്രാഞ്ച് സമ്മേളനം സിന്ദാബാദ്. പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. ഇൻക്വിലാബ് 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 സിന്ദാബാദ്. ഇൻകുലാബ് 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 സിന്ദാബാദ്. എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം, എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം, പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ. രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം, പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ. എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഗുരുദേവ ദർശനങ്ങൾ നെയ്തെടുത്ത കേരളം. അനുശോചന പ്രമേയം. അന്തരിച്ച സഖാക്കൾ പോളിറ്റ് ബ്യൂറോ അംഗവും ബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ, പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ, കാളികാവിലെ സഖാവ് EP ഉമ്മർ, EM ശശി, സഖാവ് ഹരിദാസൻ, KPAS ലളിത, ഷെയ്ൻ ബോൺ, നാടക നടനും രചയിതാവുമായ മാധവൻ കുന്നത്തറ, സഖാവ് റിറ്റു, സഖാവ് ശിവദാസ് മേനോൻ, സഖാവ് രാഘവൻ, KK കുട്ടി, സുനിൽ ചോപ്ര, സഖാവ് ഇന്നസെന്റ്, സിനിമാ നടനും ശ്രീ മാമുക്കോയ, ഡോക്ടർ വന്ദനാദാസ്, താനൂരിലെ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടവർ, മണിപ്പൂരിലെ കലാപങ്ങളിൽ മരണമടഞ്ഞവർ, വയനാട് മഹാദുരന്തത്തിൽ മരണമടഞ്ഞവർ, മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, വക്കം പുരുഷോത്തമൻ, ആര്യാടൻ മുഹമ്മദ്, സഖാവ് കുഞ്ഞുട്ടി പനോലൻ, DYFI പ്രവർത്തകൻ സഖാവ് അമ്പാടി, സഖാവ് ശ്രീമതി സരോജിനി ബാലാനന്ദൻ, സഖാവ് കാനൻ രാജേന്ദ്രൻ, അർജുനൻ തുടങ്ങിയവരെയും പ്രാദേശികമായി നമ്മുടെ ചുറ്റുപാടും മരണമടഞ്ഞ സഖാവ് വേലായുധൻ മുമ്മുള്ളി, വല്ലപ്പുഴയിൽ ചായക്കട നടത്തിയിരുന്ന നമ്മുടെ പ്രിയ സഖാവ് എളയാട്ട് മുഹമ്മദ് അലിക്ക, അന്തരിച്ച സഖാവ് കുഞ്ഞാലൻകുട്ടിക്കാക്കയുടെ ഭാര്യ ആയിഷാത്ത, ഓട്ടോ ഡ്രൈവർ രാജൻ, ഓട്ടോ ഡ്രൈവർ വേലായുധൻ എന്ന കുഞ്ഞാൻ, ഷാഹിദ, ഷാനവാസ്, ചീരക്കുഴിയിൽ കുഞ്ഞുമാളത്തി, ചെമ്മല ആയിഷ, കൂടാതെ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം അറിഞ്ഞും അറിയാതെയും നിരവധി സഖാക്കൾ നമ്മെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഇവരുടെയെല്ലാം വേർപാടിൽ ഈ സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. എന്തൊക്കെ ആനുകൂല്യങ്ങളാണോ നമുക്ക് നേടിയെടുക്കേണ്ടത്, അത് നമ്മളെ സർക്കാരിൽ നിന്നും നമ്മളെ മുനിസിപ്പാലിറ്റിക്കകത്തു നിന്നൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മളെ ആളുകളെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ ഈ ബ്രാഞ്ച് കമ്മിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വീടുകളെ ചുമതല ഈ 20 വീട്ടിൽ എന്തൊക്കെയാണോ അനുഭവം, അതായത് അവശരായി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, മാറാവ വ്യാധി എന്തെങ്കിലും അസുഖങ്ങളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, ഒരാൾ 20 വീടിന്റെ ചുമതല എടുത്തു കഴിഞ്ഞാൽ ആ 20 വീടിൽ എന്ത് കഷ്ടനഷ്ടങ്ങൾ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആ വ്യക്തിക്ക് അത് അറിയാൻ കഴിയും. അതിനാണ് നമ്മളെ പാർട്ടിയിലെ മുൻകൈ എടുക്കുന്നത്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ നമ്മളെന്താ പറയുക, രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾക്ക് പുഷ്പാർച്ചന നടത്തുകയാണ്. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകളെ ഇവിടെ ലിസ്റ്റ് എടുത്ത് അവരെ വായിച്ചുകൊണ്ട് അവരെ നമിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വരുന്നത്. ഇപ്പം നമ്മൾ അനുശോചന പ്രമേയം നടത്തി. ഇപ്പം നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെ മരിച്ച ആളുകളെ
അവരെ അനുശോചിച്ചു കൊണ്ടാണ്, അവരെ നമ്മൾ അനുസ്മരിച്ചു കൊണ്ടാണ് നമ്മുടെ സമ്മേളനങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തു പോകുന്നത്. അപ്പം അത്തരത്തിൽ സുതാര്യമായ രീതിയിലാണ് നമ്മുടെ സമ്മേളനങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിൽ എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഈ പെരിന്ന് ഓട്ടോറിക്ഷ എടുത്ത് പോകണം, ആ സ്റ്റെപ്പ് കയറി അവിടെ ചെന്ന് തിരി നോക്കുമ്പോൾ പൈസ വന്നിട്ടുണ്ടാവില്ല, വീണ്ടും മടങ്ങണം. അപ്പോൾ ഓട്ടോറിക്ഷക്ക് 10, 150 റുപ്യ, ചിലപ്പോൾ 200 റുപ്യ, ചിലപ്പോൾ 60 റുപ്യൊക്കെ ആവും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ആ തെരഞ്ഞെടുപ്പിന് പ്രകടന പത്രികയിൽ ആദ്യം പറഞ്ഞത് ഈ 600 രൂപ പെൻഷൻ കൂട്ടുകയും ചെയ്യും, നിങ്ങളുടെ ഈ കുടിശ്ശിക തീർത്ത് വീട്ടിൽ കൊണ്ടുതരും എന്നുള്ളതാണ് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ പ്രകടന പത്രികയിലെ ആദ്യത്തെ വാചകം. അന്ന് ഞാനൊക്കെ വോട്ട് ചോദിക്കാൻ വേണ്ടി ചെന്നുകൊണ്ട് പല സ്ത്രീകളും ഉമ്മാരിനോട് ചോദിച്ചിട്ടുണ്ട്, പൊന്നാര മനെ ഇല്ലതിപ്പോൾ അവിടുന്ന് തന്നെ കിട്ടുന്നില്ല, എന്നിട്ടല്ല ഇപ്പോൾ പെരയിൽ കൊണ്ടു തരുന്നതെന്ന് ചോദിച്ചിന് സത്യമാണ്. കാരണം ശരിയാണ്, ബാങ്കിൽ തന്നെ കിട്ടുന്നില്ല, പിന്നല്ല ഇപ്പോൾ നിങ്ങളത് പെരയിൽ കൊണ്ടു തരുന്ന വെച്ചാൽ ഓരെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതം തന്നെയാണ്. അത്രയും പ്രായമായ സ്ത്രീകളാണ്, ഓല ആലോചിക്കുകയാണ്, ബാങ്കിൽ 18 മാസമായി കിട്ടിയിട്ടില്ല, എന്നിട്ടല്ല ഇപ്പോൾ നിങ്ങൾ കജി കൊണ്ടുതരുന്നത് നന്നായിട്ട്. പക്ഷേ അത് നടപ്പിലാക്കിയ സർക്കാരിൻ്റെ പേരാണ് പിണറായി സർക്കാർ. ഈ വരുന്ന 12-ാം തീയതി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം, ഒരു കുട്ടി നമ്മുടെ പെരയിൽ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി ഭിന്നശേഷിക്കാരായ ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ ആ പെരക്കാരൻ്റെ ബുദ്ധിമുട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് പോയി നോക്കണം. ഒന്ന് തിരിയാനും മറിയാനും പറ്റില്ല. ഇവരൊന്ന് ഫിസിയോതെറാപ്പി കൊണ്ടുവരിക 300 റുപ്യ 200 റുപ്യ ഓട്ടോറിക്ഷ എന്നും കൊണ്ടുപോയിട്ട് ആരെ കൊണ്ട് കഴിയുന്നു. അപ്പോൾ നമ്മൾ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 12-ാം തീയതി നമ്മുടെ ബഹുമാന്യനായ MLA നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഉദ്ഘാടനം ചെയ്യുക. എല്ലാ ഇൻസ്ട്രുമെൻറ്റും ചെയ്ത് കൊടുക്കണം. അവർക്ക് വേണ്ടിയിട്ട്, ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ മുതുകാട് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് അവിടെ വരാനും ഇരിക്കാനും അവരുടെ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനും വേണ്ട രീതിയിലുള്ള 50 ലക്ഷം റുപ്യേൻ്റെ ഒരു ബിൽഡിംഗ് കെട്ടാൻ പോകുന്ന ഈ മാസം. ഇതൊക്കെ ഈ പറയുന്ന മറ്റ് പ്രവർത്തനത്തിനോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി മറ്റുള്ള പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ നമ്മളെ വിട്ട്, അതായത് നമ്മളെ നിന്ന് വേർപിരിഞ്ഞ് പോകുമെന്ന് നമുക്ക് തോന്നുന്ന ആളുകളെ ചേർത്ത് പിടിക്കണം എന്നാണ്. ഇപ്പം നമ്മൾ മയ്യന്താണി പകൽ വീടുകൾക്ക് അറിയാം, അവിടെ ഇവിടെയും വാടകയ്ക്ക് എടുത്ത് അവിടെ കയറി അവിടുന്ന് വാടക കൊടുക്കാനുള്ള അങ്ങോട്ട് ഒഴിഞ്ഞ് മുനിസിപ്പാലിറ്റി പൈസ കൊടുക്കാതെ 70,000 റുപ്യ ഞങ്ങൾ അധികാരത്തിൽ, നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിട്ടിട്ടാണ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മളെ പൈസ കൊടുക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം അവിടെ, അവർക്ക് സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്യാനുള്ള സ്ഥലം അവിടെ, ഓപ്പൺ ജിമ്മ്. അപ്പം ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു പിണറായി സർക്കാരിൻ്റെ ഒരു ഭരണം എന്ന് പറഞ്ഞാൽ വെറും റോഡ് നന്നാക്കി എന്നല്ല, ഇത്തരത്തിൽ പെൻഷൻ കൊടുത്ത് ആളുകളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക. കാരണം മക്കൾ പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ വേറെല്ലാവരോട് കൈ നീട്ടാൻ ഇടങ്ങേറായി നിൽക്കുന്ന അച്ഛനമ്മമാരുടെ നാടേ നമ്മളത്. അപ്പോൾ ഓർക്കൊരു ആശ്വാസം 1600 റുപ്യ മാസം കിട്ടാന്ന, ഓരോ പേരക്കുട്ടികൾക്ക് മുട്ടായി വാങ്ങി കൊടുക്കാനും ഓർക്ക് മരുന്ന് വാങ്ങാനും വളരെ സാധാരണ. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല ഞാൻ പറഞ്ഞ അത്രത്തോളം ഇതാക്കുന്നതിനാ നമുക്ക് എന്നും ഇതേപോലെ ഏതാണ് മതം കൂടി നോക്കാതെ ഇങ്ങനെ ഇരുന്ന് ഒപ്പം ഇരുന്ന് ചായ വെച്ച് ജീവിച്ച് മരിച്ചു പോകണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ് നമ്മളൊക്കെ. ഇത്തരത്തിലുള്ള ഒരു വർഗീയ വിഷത്തിൻ്റെയും വാക്കുകൾ കേൾക്കാൻ നമ്മൾ ചെവി കൊടുക്കരുത്. നമുക്കിവിടെ എന്തെങ്കിലും പറ്റിയ നമ്മളെ അയലോകത്തുള്ളവനാണ് ഓടിച്ചാടി വീഴുക. ഞാൻ നേരത്തെ പറയില്ലേ, വയനാട് പൊട്ടിയപ്പോൾ അപ്പോൾ ആർക്കും അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. നിപ്പ വന്നപ്പോൾ പ്രശ്നമല്ല, കോവിഡ് വന്നപ്പോൾ പ്രശ്നമല്ല. കോവിഡിന് ഒക്കെ ഈ ഗവൺമെൻറ് പ്രതിരോധിച്ചത് എങ്ങനെയാണെന്ന് നോക്കി. ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കോവിഡ് ചികിത്സ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അത് ഈ കൊച്ചു കേരളത്തിലാണെന്ന് മനസ്സിലാക്കാം. ഒരു ടെസ്റ്റിന് ലക്ഷക്കണക്കിന് റുപ്യ കോവിഡ് ചികിത്സല്ല. ഒറ്റ റുപ്യ വാങ്ങാതെയാണ് പിണറായി സർക്കാർ ഈ നാടിനെ കൈ പിടിച്ച് കൊണ്ടുപോയത്. ഇവിടെ ഒരു പ്രളയം ഉണ്ടായി, നമുക്കറിയാലോ. എങ്ങനെയാണ് ഇതിന് നേരിട്ട് നമ്മുടെ നാടിൻ്റെ ആകമാനമുള്ള സഹായങ്ങളും ജനങ്ങളുടെ ഒത്തൊരുമയാണ് നമുക്ക്. നമ്മളെ ഏറ്റവും വലിയ വിജയം നമ്മുടെ ഈ ഒരുമയാണ്. ഈ ഒരുമ തകർക്കാൻ വരുന്ന ഏത് ശക്തിയെയും എതിർക്കാൻ നമുക്ക് കഴിയണം. അത് ചിലപ്പോൾ വാക്കിലാവും, ചിലപ്പോൾ നോക്കിലാവും, ചിലപ്പോൾ കൊടി പിടിച്ചിട്ടാവും, അല്ലെങ്കിൽ കൈയോട് ഇങ്ങനെ കാട്ടിയിട്ടെങ്കിലും അവരെ എതിർക്കാൻ നമുക്ക് കഴിയണം. പലതരക്ക് എതിർക്കാം. എന്നിപ്പം നിങ്ങളെ ഈ ഇരിക്കുന്നവരൊക്കെ CPM-ൻ്റെ ഒപ്പം കൊടി പിടിച്ച് സിന്ദാബാദോ എന്നൊന്നില്ല. കയറി വരുമ്പോൾ അങ്ങനെ മാറി എന്നാന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പ്രതിരോധം. അത് തന്നെയാണ് ഫാസിസത്തിനെതിരെയുള്ള പ്രതിരോധം. അല്ലെങ്കിൽ ഒരു നോട്ടം, എന്തേ നിങ്ങൾ പറഞ്ഞു എന്നുള്ള നോട്ടം, അതാണ് ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ തുടക്കം നമ്മുടെ ബ്രാഞ്ചുകളിൽ നിന്നാണ്. അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ബ്രാഞ്ചിൽ ഇത്തരത്തോളം ഒരു സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾക്ക് 4 ആൾ ഇരുന്നാണ്ട് സമ്മേളനം നടത്തി പോയാൽ മതി. അല്ല,
എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നും എന്താണ് ഈ ബ്രാഞ്ച് സമ്മേളനം എന്നുള്ളതും ഈ ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ എല്ലാവരും അറിയണം. എങ്ങനെയാണ് ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി വളർന്നു വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ലോക്കൽ കമ്മിറ്റി ഉള്ളത്, എല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ടാണ് സ്വതന്ത്രമായി ജനാധിപത്യ രീതിയിൽ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വല്ലപ്പുഴ ബ്രാഞ്ച് സമ്മേളനത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ബ്രാഞ്ച് സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം, എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം, പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ. രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം, പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ. എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ